ഒന്ന് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഇതേപോലെ ഒരു ദേവാലയത്തിൽ, അല്ലെങ്കിൽ അല്പസ്വല്പം മാറ്റമുള്ള ദേവാലയത്തിൽ പകലത്തെ എല്ലാ തിരക്കുകൾക്കും ശേഷം കത്തിച്ചു വെച്ച ഒരു ചെറു തിരുനാളത്തിന്റെ കീഴെ ശാന്തമായി ഉറങ്ങിയ ഒരു ബാലനുണ്ടായിരുന്നു. പേര് അറിയാമോ? ശമൂവേൽ ബാലൻ. തൻ്റെ ആധികളുണ്ട്. ഒരു യൗവനക്കാരൻ്റെ ആധികളും യൗവനക്കാരൻ്റെ പ്രതിസന്ധികളുമൊക്കെ ആയിട്ടാണ് അവൻ ഉറങ്ങുന്നത്. ഉറങ്ങുന്ന സ്ഥലം, വിശ്രമിക്കുന്ന സ്ഥലം, അവനായിരിക്കുന്ന സ്ഥലം ദേവാലയ സാന്നിധ്യമുള്ളതായതുകൊണ്ടും കത്തിച്ചു വെച്ച തിരുനാളത്തിന്റെ കീഴിൽ ശാന്തമായി ഉറങ്ങുന്നത് കൊണ്ടുമാണ് ഇടയ്ക്ക് അവൻ ഒരു ശബ്ദം കേട്ടു, ശമൂവേലേ എന്ന് വിളിക്കുന്ന ശബ്ദം, അല്ലേ? അതാണ് പുരോഹിതന്റെ ഒക്കെ ചെന്നിട്ട് ചോദിക്കുന്നത്, അങ്ങനെ വിളിച്ചോ എന്ന്. ഇത് മനസ്സിലാക്കുന്ന പുരോഹിതനാണ് പറയുന്നത്, ഇനി അങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ എന്ത് പറയണം? യഹോവേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ദേവാലയ സന്നിധിയിലേക്കും പരിശുദ്ധന്റെ സന്നിധിയിലേക്കും വരുമ്പോ ഒന്നാമത് സംഭവിക്കുന്ന കാര്യം, ഈ ശമൂവേലേ എന്ന് വിളിച്ച വിളിയൊക്കെ ഇടയ്ക്ക് കേൾക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇവിടേക്ക് വരുന്നത്. അങ്ങനെ വിളി കേൾക്കുന്നെങ്കിൽ അടിയൻ ഇതാ അരുളി ചെയ്യണമേ എന്നൊരു മറുപടി കൂടെ കരുതി വേണം ഈ ദേവാലയ സന്നിധിയിൽ ഇരിക്കുവാനെന്ന് ഒന്നാമത് ഓർപ്പിക്കട്ടെ. രണ്ടാമത്, ഈ ശാന്തമായ സ്ഥലത്തേക്ക് വരുമ്പോൾ വളരെ ആശ്വാസകരമായ ഒരു അവസ്ഥ നമുക്ക് ലഭിക്കുന്നുണ്ട്. പലപ്പോഴും ഈ അങ്കണത്തിലേക്ക് വരുന്നത് പോലെയല്ല നമ്മളൊക്കെ തിരിച്ചു പോകുന്നത്. വളരെ സന്തോഷകരത്തോടെ, ആശ്വാസത്തോടെ, നെടുവീർപ്പുകൾ അവസാനിപ്പിച്ച് കടന്നു പോകാറുണ്ട്. മത്തായി ശ്രീയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ യേശുതമ്പുരാനും ശിഷ്യന്മാരും കൂടി ഇങ്ങനെ യാത്രകൾ ചെയ്തു പോവുകയാണ്. ഈ 31-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വരുന്നവരും പോകുന്നവരും വളരെ ആയതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായക കൊണ്ട് യേശു അവരോട് നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരുടെ തിരക്ക് കണ്ടിട്ട് പറഞ്ഞതാണ്. പലപ്പോഴും ഞാൻ ഇവിടെ ഈ ദേവാലയത്തിൽ പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്, ഞാനും ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അല്പം നേരം ശാന്തമായി ഇരിക്കുമ്പോൾ എനിക്കും തോന്നാറുള്ളത്, ഈ തിരക്കിട്ട ജീവിതത്തിൽ, തിരക്കിട്ട ഓട്ടത്തിനിടയ്ക്ക് ഒരാശ്വാസത്തിന്റെ ചില മുകുളങ്ങൾ നമുക്കും ആവശ്യമില്ലേ എന്നതാണ്. ആ ആശ്വാസത്തിന്റെ കിരണങ്ങൾ ലഭിക്കുന്നത് ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ശാന്തമായി ഈ മറ്റ് തിരക്കുകളെല്ലാം ഒഴിവാക്കി നാം ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നതും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 3 കാര്യങ്ങൾ സംഭവിക്കും. അതിൽ രണ്ടാമത്തേതാണ്, ഇവിടെ വരുമ്പോൾ എന്ത് ലഭിക്കും? ആശ്വാസം ലഭിക്കും. ഓരോ പ്രാർത്ഥനകൾ സംബന്ധിക്കുമ്പോഴും, ഈ കബറിങ്കൽ ചെന്ന് നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും, ഈ ദേവാലയത്തിന്റെ അങ്കണത്തിനകത്തേക്ക് പ്രവേശിച്ചു നിന്നുകൊണ്ട് നെടുവീർപ്പുകളോടെ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് ഇതേ ആശ്വാസമാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് തമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, വേറിട്ട് അല്പനേരം ഒന്ന് ആശ്വസിച്ചു കൊള്ളണം. ഈ തിരക്കുകളുടെ മൂർധന്യാവസ്ഥകൾ എങ്ങും എത്തിക്കില്ല, മറിച്ച് അല്പം ആശ്വാസത്തിന്റെ കാലങ്ങൾ കൂടുതൽ ഊർജത്തോടെ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം നമുക്ക് പ്രാപ്തമാകും എന്നത് യാഥാർത്ഥ്യമാണ്. മൂന്നാമത്, ഈ വിശുദ്ധന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ലഭിക്കുന്ന മൂന്നാമത്തെ കരുണ ഒരു രൂപാന്തരമാണ്. നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരയുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇറക്കി വെക്കുമ്പോൾ, തീയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ കട്ടിങ്കിൽ ചെന്ന് അവിടെ ശാന്തമായി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് കഴിഞ്ഞു വരുന്ന ഒരു മാറ്റമുണ്ട്. ജീവിതത്തിന്റെ അടുത്ത ഒരു ഘട്ടത്തെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണമുള്ള ആത്മബലത്തിന്റെ രൂപാന്തരം. യേശുതമ്പുരാനും ശിഷ്യന്മാരും കൂടെ മലയിലേക്ക് കയറിപ്പോയപ്പോൾ ഉണ്ടായതുപോലെയുള്ള രൂപാന്തരമാണ്, വല്ലാത്ത മാറ്റമാണ്. ശിഷ്യന്മാർ നോക്കുമ്പോൾ ഇന്നലെ വരെ കണ്ട യേശുവിനെ അല്ല കണ്ടത്, അല്പം മുമ്പ് വരെ കണ്ട യേശുവിനെ അല്ല കണ്ടത്. ഏറെ ശോഭയോടെ, ഏറെ അനുഗ്രഹത്തോടെ, ദൈവിക കൃപകൾ നിറഞ്ഞു നിൽക്കുന്ന തമ്പുരാന്റെ രൂപാന്തരം കാണുവാനിടയായി. പലപ്പോഴും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥനകൾ അവസാനിപ്പിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നതും നമുക്ക് ലഭിക്കേണ്ടതും നാം ആർജിക്കുന്നതും ഇതേ രൂപാന്തരം തന്നെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാധാരണഗതിയിൽ ഈ പരിശുദ്ധന്റെ കബറിങ്കിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഒന്ന്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഇടയാകും. കാതുകൾ തുറന്നു വെക്കണം, ഹൃദയങ്ങൾ തുറന്നു വെക്കണം, ശബ്ദം കേൾക്കാം. ദൈവിക സന്നിധിയിലേക്ക് വരുമ്പോൾ രണ്ടാമത് ലഭിക്കുന്നത് ആശ്വാസമാണ്. ആശ്വാസത്തിന്റെ ഉറവിടം ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ
നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ. അതെ, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്ന് ആ ആശ്വാസം സ്വീകരിക്കുകയാണ് നാം ചെയ്യുക. മൂന്നാമത് രൂപാന്തരത്തിന്റെ അനുഭവമാണ്. ഓരോ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും ധ്യാനങ്ങളും വേദപാരായണങ്ങളുമെല്ലാം ഈ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ഈ ദൈവിക കൃപകൾ നിറയുന്ന ഈ സ്ഥലത്ത് ഈ പുണ്യവാന്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആമുഖമായി ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ ചില വാക്കുകൾ നമ്മളെ ഏറെ സ്വാധീനിക്കുന്ന വാക്കുകളുണ്ട്. കർത്താവ് പറഞ്ഞ എല്ലാ വാക്കുകളും നമ്മളെ സ്വാധീനിക്കുന്നതാണ്. തമ്പുരാൻ പറഞ്ഞ എല്ലാ വാക്കുകളും നിത്യജീവിതത്തിൽ എന്നും എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കുന്ന വാക്കുകളാണ്. ചില തത്വചിന്തകന്മാർ പറയുന്ന വാക്കുകൾ നമ്മളെ സ്വാധീനിക്കും, വൈദികർ പറയുന്ന വാക്കുകൾ സ്വാധീനിക്കും. എന്നാൽ ഞാൻ പലപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ ഈ ദൈവകൃപയെ പറ്റി ചിന്തിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞ 3 വാക്കുകൾ എന്നെ വല്ലാതെ സ്പർശിക്കാറുണ്ട്, ചിന്തിപ്പിക്കാറുണ്ട്. ആ 3 വാക്കുകൾ മാത്രം പറഞ്ഞ് ഈ പകൽക്കാലം അവസാനിപ്പിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. വളരെ പരിചിതമായ, വളരെ സുപരിചിതമായ 3 വാക്കുകൾ യേശു തമ്പുരാൻ പല സമയങ്ങളിലായി, പല സ്ഥലത്തായി, പല ഉപമകളിലായി, പല ഉദാഹരണങ്ങളിലായി തമ്പുരാൻ പറഞ്ഞ 3 വാക്കുകളാണ്. ഒന്ന്, ഉണർന്നിരിക്കുക എന്നത്. തമ്പുരാൻ പറഞ്ഞിട്ടില്ലേ ഉണർന്നിരിക്കണം എന്ന്? പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് തമ്പുരാൻ പറഞ്ഞ വാക്കാണ് ജാഗ്രതയോടെ ഇരിക്കണം എന്നത്. ഇതും തമ്പുരാൻ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. മൂന്നാമത് തമ്പുരാൻ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. കഴിഞ്ഞ ഞായറാഴ്ച വായിച്ച വേദവായനയിലും അതുണ്ട്, സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറയുകയാണ്. ഈ 3 വാക്കുകളെ പറ്റി മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്.